ഹായ് സുന്ദരീസ്, വെൽക്കം ബാക്ക് മൈ ചാനൽ. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ചാനലിലോട്ട് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്ന് പാത്രങ്ങളുമായിട്ടുള്ള അംഗം വെട്ടാണ്. അടുക്കളയിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സാധാരണ നമ്മൾ സ്ത്രീകൾ കിച്ചണിൽ അംഗം വെട്ടാറ് പാത്രങ്ങളുമായിട്ട് തന്നെയാണ്. ഇന്ന് എൻ്റെ കൂടെ എല്ലാ പാത്രങ്ങളും ഉണ്ട്. സ്റ്റീൽ പാത്രങ്ങളുണ്ട്, പ്ലാസ്റ്റിക് പാത്രങ്ങളുണ്ട്, പിന്നെ പാത്രങ്ങൾ കൂടിയുണ്ട്. അപ്പോൾ കുറച്ച് കൂടുതൽ ശ്രദ്ധയോടുകൂടി ചെയ്യേണ്ട കാര്യങ്ങളാണ് ചില്ല് പാത്രങ്ങളുമായിട്ട് നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ. അപ്പോൾ എല്ലാ പാത്രങ്ങളും ഇന്ന് എടുത്ത് കഴുകി നല്ല നീറ്റായിട്ട് വെക്കുന്നുണ്ട്. വെയിലത്ത് വെച്ച് തന്നെയാണ് ഉണക്കുന്നത്. കാരണം ഇന്നൊരു സൺഡേ ആണ്. അത് കാരണമാണ് ഞാൻ ഈ പരിപാടിക്ക് മുതിർന്നത്. അല്ലെങ്കിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ മാത്രം ചെയ്തിട്ട് അവസാനിപ്പിച്ചേനെ. അപ്പോൾ ഇന്ന് ഞാൻ എന്തായാലും എല്ലാ ഭാഗങ്ങളും, അടുക്കളയിലെ എല്ലാ ഭാഗങ്ങളും തന്നെ നീറ്റായിട്ട് വൃത്തിയാക്കി ഇടുന്നുണ്ട്. കാരണം എല്ലാത്തിൻ്റെ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. കുറച്ച് ഭാഗങ്ങൾ മാത്രം എനിക്ക് ക്ലീൻ ചെയ്യുന്ന വീഡിയോ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടുള്ളൂ. ഞാൻ ഓൾമോസ്റ്റ് നമ്മുടെ കിച്ചൺ കംപ്ലീറ്റ് ആയിട്ട് ഞാൻ ക്ലീൻ ചെയ്തു. പക്ഷേ എല്ലാം എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അതിൻ്റെ ഇടയ്ക്ക് വേറെ കുറച്ച് കാര്യങ്ങൾ കൂടി വന്നത് കാരണം ഫുള്ളായിട്ട് എടുത്ത് ലാസ്റ്റ് ഫിനിഷ് ചെയ്തത് കൂടി കാണിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. പക്ഷെ നടന്നില്ല. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ ഫിനിഷ് ചെയ്യുന്ന വേറൊരു വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ ഈ ഭാഗങ്ങളെല്ലാം പാത്രങ്ങളെ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്ന സ്ഥലങ്ങളാണ്. നമ്മൾ കൂടുതൽ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഒരിടമാണ്. ഇതും കുറച്ച് ചീത്തയായിട്ട് കിടക്കുമായിരുന്നു. ആ ഭാഗങ്ങളൊക്കെ നന്നായിട്ട് തന്നെ ക്ലീൻ ചെയ്തു. എല്ലാ പാത്രങ്ങളും അതാത് ഭാഗത്ത്, ഇപ്പോൾ പൊടി ഇട്ട് വെക്കുന്ന സാധനങ്ങൾ ഒരു ഭാഗത്ത്, പിന്നെ നമ്മുടെ കടല, പയർ, പരിപ്പ് അതെല്ലാം ഒരു ഭാഗത്ത്, അങ്ങനെ എല്ലാം നല്ല നീറ്റായിട്ട് അടുക്കി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഭാഗം നല്ലോണം ചീത്തയായിട്ട് കിടക്കുമായിരുന്നു. എനിക്ക് ഇവിടെ ഒന്ന് പെയിൻറ്റ് കൂടി ചെയ്യണമെന്നുണ്ടായിരുന്നേ, പക്ഷെ അതിനുള്ള സമയമില്ലായിരുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ എനിക്ക് ഇതൊന്ന് പെയിൻ്റ് അടിക്കുന്നൊരു വീഡിയോ ചെയ്യണം എനിക്ക്. ഈ ഒരു മാറ്റ് ശരിക്കും പറഞ്ഞാൽ ഞാൻ പുൽക്കൂട് വെച്ചപ്പോൾ അതിൽ വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ വാങ്ങിച്ചതായിരുന്നേ. അപ്പോൾ അത് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ട് അത് നേരത്തെ ഇട്ടതായിരുന്നു. അത് കൂടിയുള്ളത് കാരണം കുറച്ചുകൂടി നമ്മൾ എല്ലാ ദിവസവും നമ്മൾ ക്ലീൻ ചെയ്തില്ലെങ്കിൽ എപ്പോഴും ആ മാറ്റയിൽ പൊടിയാവുന്നുണ്ട്. അപ്പോൾ ആ ഭാഗങ്ങൾ ഞാൻ നന്നായിട്ട് തന്നെ ക്ലീൻ ചെയ്തിട്ടുണ്ട്. ആ ഒരു മാറ്റിൽ നിന്ന് തന്നെ എനിക്ക് അത്യാവശ്യം നല്ല ഒരു പൊടി അഴുക്കും കാര്യങ്ങളും കിട്ടി. അത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു 2 ദിവസം കൂടുമ്പോഴെങ്കിലും ആ മാറ്റൊന്ന് മാറ്റിയിട്ട് ചെയ്യണം. സമയക്കുറവ് കൊണ്ടാണ്, അല്ലെങ്കിൽ ഞാൻ അങ്ങനെയൊന്നും ചീത്തയാക്കി ഇടുന്നതല്ല. പക്ഷേ സമയക്കുറവ് കൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ല. അതിന് വേണ്ടിയിട്ട് ചിലപ്പോൾ ഇച്ചിരി സമയം കണ്ടെത്തിയാലും നമ്മളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ. പക്ഷേ ഇപ്പോൾ കുറച്ചായിട്ട് ഇച്ചിരി ബിസി ആയത് കാരണം ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ ഇത് നമ്മൾ ഉള്ളിയും സവോളയും കിഴങ്ങും ഒക്കെ ഇട്ട് വെക്കുന്ന ഏരിയയാണ്. അപ്പോൾ അതുമൊക്കെ നന്നായിട്ട് എല്ലാം അടുക്കി പെറുക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ലാസ്റ്റ് എല്ലാ ക്ലീനിങ്ങും കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് ലിക്വിഡ് കൂടി ഞാൻ ഒഴിച്ചിട്ടൊന്ന് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഇത് നമ്മുടെ കൗണ്ടർ ടോപ്പിൽ തന്നെ വെക്കുന്ന ഒരു ബാസ്ക്കറ്റാണ്. നമ്മൾ അത്യാവശ്യം എടുക്കുന്ന മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ ഇട്ട് വെക്കുന്നതാണ്. അങ്ങനെ എല്ലാ പാത്രങ്ങളും നമുക്ക് കഴുകി ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാം ഞാൻ ഫില്ല് ചെയ്ത് വെക്കുന്നില്ല ഇപ്പോൾ. പഞ്ചസാരയുടെ പാത്രം അത്യാവശ്യം ഇത്തിരി ചീത്തയായിരുന്നു. അതും ഞാൻ കഴുകി വെയിലത്തുണങ്ങാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ വേറൊരു ഇച്ചിരി കൂടി ക്വാണ്ടിറ്റി കൊള്ളുന്നൊരു ചില്ല് പാത്രം എടുത്ത് അതിൽ പഞ്ചസാര വെക്കുന്നുണ്ട്. നമ്മുടെ പാത്രങ്ങളുമൊക്കെ എല്ലാം കഴുകി കിട്ടിയിട്ടുണ്ട്, ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ചില്ല് പാത്രങ്ങൾ ഞാൻ എടുത്ത് വെക്കുവാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ. അടുത്ത വീഡിയോയിൽ കാണാം.